Umi's Tasty Hut. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു കിടിലൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് കാലത്ത് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. മുന്തിരി കൊണ്ടാണ് ഈ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മുന്തിരി കൊണ്ടുള്ള ഐസ്ക്രീം ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കപ്പ് നിറച്ചും കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുരുവുള്ളതും എടുക്കാം. കുരുവില്ലാത്ത മുന്തിരിയാണ് കൂടുതൽ നല്ലത്. അത് നല്ല മധുരം ഉണ്ടാവും, മറ്റേത് കുറച്ച് പുളി ഉണ്ടാവും. ഇത് നമുക്ക് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായി കിടക്കണം മുന്തിരി. ഇതുപോലെ അധികം അരഞ്ഞു പോവണ്ട. എന്നാൽ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായി ഒന്ന് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഹൈ സ്പീഡിൽ ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന അത്രയും സ്റ്റിഫ് ആവണമെന്നില്ല. നല്ല ഫ്ലഫി ആയി കിട്ടിയാൽ മതി. ടോട്ടൽ ഒരു 6 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കണ്ടൻസ്ഡ് മിൽക്കാണിത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മുന്തിരിയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇനി സ്പാച്ചില വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല. സ്പാച്ചില വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കറുത്ത മുന്തിരി തന്നെ ഡ്രൈ ആയിട്ടുള്ളത് കിട്ടൂല, അതും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രീം മാറ്റി കൊടുക്കാം. ഇതൊന്ന് പകുതി സെറ്റായതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോൾ പകുതി സെറ്റായി കിട്ടും. അപ്പോൾ വീണ്ടും എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ മുന്തിരിയുടെ വെള്ളമൊക്കെ അടിയിൽ പോയി നിൽക്കും. അപ്പോൾ പകുതി സെറ്റായി കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മുന്തിരിയുടെ ടേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും കിട്ടും. അപ്പോൾ നമുക്കിത് ഒരു 3 മണിക്കൂർ സെറ്റാൻ വേണ്ടി വെക്കാം. ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചോ ഇല്ലെങ്കിൽ ഒരു ഫിലിം റാപ്പ് വെച്ചോ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. മുകളിൽ വെള്ളം വീണ് ഐസ് കെട്ടാതിരിക്കാനാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കവർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി ഇതൊരു 3 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം. 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം പകുതി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുന്തിരിയുടെ ആ ഒരു ലിക്വിഡൊക്കെ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല എല്ലാ ഭാഗത്തും നല്ല മിക്സായി കിട്ടും. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതൊരു 8 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം.
അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഐസ്ക്രീം പുറത്തെടുത്തൊരു 2-3 മിനിറ്റിന് ശേഷം സെർവ് ചെയ്താൽ മതി. എന്നാലേ നമ്മൾ കോരുന്ന സമയത്ത് കിട്ടൂ, ഇല്ലെങ്കിൽ കട്ടിയായിട്ടുണ്ടാവും. പിന്നെ കോരുന്ന സ്പൂണോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്കൂപ്പറോ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. എൻ്റെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറയും, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്